ഹായ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ. സോ നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഹൗസ് ഓഫ് നേച്ചറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗസ് ഓഫ് സയൻസിനെ കുറിച്ച് വീഡിയോ ആണ്. അപ്പോൾ ഹൗസ് ഓഫ് സയൻസിൻ്റെ ഉള്ളിലുള്ള ഒരു ടൂർ പോലെ ഞാൻ മൊത്തത്തിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സോ ഞാൻ നിങ്ങൾ അതിന് മുമ്പ് ഹൗസ് ഓഫ് സയൻസ് എങ്ങനെയാണ് പുറത്തുനിന്നും ബിൽഡിംഗ് എന്നുള്ള സംഭവം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഗായ്സ്, ഇതാണ് ഹൗസ് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. ഇത് ഹൗസ് ഓഫ് നേച്ചർ നമ്മൾ അന്ന് ചെയ്ത വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ. ഇതാണ് ഹൗസ് ഓഫ് നേച്ചർ നമ്മളന്ന് ചെയ്തത്. ഇത് ഹൗസ് ഓഫ് സയൻസ്. ഇതിൻ്റെ എൻട്രൻസ് ഈ കാണുന്ന ഭാഗത്തുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിലൂടെയും കയറി പോവാം. സോ നമ്മളിപ്പോൾ കയറുന്നത് ഇതിലൂടെ ആയിരിക്കും. ഇതിലൂടെ കയറിയിട്ട് ഞാൻ എക്സിറ്റ് വേണമെങ്കിൽ അപ്പുറത്തെ ഭാഗത്തോട്ട് എക്സിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടല്ലോ. സോ അപ്പം ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഹൗസ് ഓഫ് നേച്ചറിനെ കുറിച്ച് വീഡിയോ കാണാത്തറിയാം, ഞാൻ ചെയ്ത വീഡിയോ ഉണ്ട്. അത് കാണാത്തതുകൊണ്ട് ഞാൻ മേളിൽ എവിടെ ഇങ്ങനെ കൊടുത്തേക്കാം സംഭവം. ക്ലിക്ക് ചെയ്ത് പോയി അത് കണ്ടിട്ട് വരാം. യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നമുക്ക് അകത്തോട്ട് പോവാം. സോ ഗൈസ്, എൻട്രൻസിലോട്ട് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെ മറ്റേ നമുക്ക് സ്കൂട്ടറൊക്കെ ആണ് ഇവിടെ സൈഡിൽ വെക്കാം. സ്കൂട്ടറൊക്കെ സീനില്ല, പക്ഷെ കാർ പാർക്കിങ്ങിനൊക്കെ ഭയങ്കര സീനാണ്. അപ്പോൾ കാർ പാർക്കിങ്ങിന് അകത്തോട്ട് അപ്പുറമൊക്കെ കാണാനുണ്ടല്ലോ, സ്റ്റാഫിനുള്ള പാർക്കിംഗ് ആണ്. ആക്സസ് കാർഡിൻ്റെയും പാർക്ക് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ കാർഡുണ്ട്, പക്ഷെ എൻ്റെ കാറില്ല. അതാണ് അവസ്ഥ. സോ ഇതാണ് എൻട്രൻസ്. ഇതിലൂടെ അങ്ങ് കയറാം. ഓക്കെ, ഇത് സ്റ്റെയർസ് ഉണ്ട്. സെക്കൻഡ് ഫ്ലോറിലോട്ട് സ്റ്റെയർസ് ഇവിടെ തന്നെ കയറിപ്പോ. നമുക്ക് ആദ്യം ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണിക്കാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഒന്ന് കാണിച്ചിട്ട് പോവാം. അതാണ് ഗൈസ് ഫസ്റ്റ് ഫ്ലോർ. നല്ല അടിപൊളി ബിൽഡിംഗ് ആണിത്. അത്യാവശ്യം ഇതെല്ലാം ഉള്ള ഫെസിലിറ്റീസ് കുറച്ചുകൂടി കൂടുതലാണ് ഇവിടെ. ഇതിവിടെ ഒരു എലിവേറ്റർ ഉണ്ട് കയറി പോകാനുള്ള. പിന്നെ ഇതൊരു വലിയൊരു ഹോളാണ് സംഭവം ഈ കാണുന്നത് ഗൈസ്. പിന്നെ ഞാൻ മറ്റേ വീഡിയോയിൽ വാഷ്റൂം ജസ്റ്റ് പറഞ്ഞായിരുന്നല്ലോ. വാഷ്റൂം അടിപൊളിയാണ്, പറയേണ്ട കാര്യമില്ല. നമ്മളിപ്പം മാളുകളിലൊക്കെ ഉണ്ടാവുന്ന ടൈപ്പ് അടിപൊളി വാഷ്റൂമാണ്. ജസ്റ്റ് ഞാനിത് അവിടെ ഒന്ന് കാണിക്കാം. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പക്ഷെ നല്ല ഫെസിലിറ്റിയാണ് സംഭവം. സോ ഗൈസ്, ഇത് ഇവിടെയൊക്കെ കാണുന്നത് ഇവിടുത്തെ ഓരോ ഹോളുകളാണ് സംഭവം. ഈ ഹോളൊക്കെ കാണാനാണ് ഇതുപോലെ കാണിക്കുന്ന ഓരോ ഹോള്. ഗാമ എന്ന് പറഞ്ഞ ഹോളുണ്ട്, അതുപോലെ തന്നെ ഡെൽറ്റ എന്ന് പറഞ്ഞ ഹോളുണ്ട്. അങ്ങനെ ഇവിടെ ഓരോരോ ഹോളുകളുണ്ട്. ഇവിടെ ഓരോ പരിപാടികൾ, സെമിനാറുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഒമേഗ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അപ്പുറത്ത് ഒരു വലിയ ഹോള് കാണുന്നത് വലിയൊരു ഹോളാണ്. നമ്മുടെ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടുള്ളത്. ഡെൽറ്റ അപ്പുറത്തുള്ളതാണ്, അത് ആൽഫ അങ്ങനെ തോന്നുന്നു. വലിയ ഹോളാണ്. അകത്തോട്ടൊക്കെ ഇപ്പം പരിപാടി നടക്കുന്നില്ല. സോ പരിപാടി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ ആ ഹോളിനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്ക് കാണാനുള്ള ഇവിടുത്തെ കിച്ചണാണ്. കിച്ചൺ കാണാൻ നോക്കാം. നമുക്ക് കിച്ചൻ്റെ അകത്തോട്ട് പോയി നോക്കാം. ഇത് കണ്ട ഇവിടെ ഒരു കോഫി മെഷീൻ ഉണ്ട്. കോഫി മെഷീൻസ്, അതുപോലെ തന്നെ ഇവിടെയുള്ള വേണ്ട ഐറ്റംസൊക്കെ നമുക്ക് പ്ലേറ്റ്, ഗ്ലാസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ ചായപ്പൊടിയൊക്കെ ഉണ്ട്, ഗ്രീൻ ടീ നമുക്ക് യൂസ് ചെയ്തൊക്കെ വേണമെങ്കിൽ. അങ്ങനത്തെ ഇവിടെ റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഇവിടെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും യൂസ് ചെയ്യാന്നുള്ള സെറ്റപ്പാണ്. പിന്നെ കോഫി പൗഡറും പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇവിടെ മൈക്രോവേവ് ഉണ്ട്, പിന്നെ കെറ്റിലുണ്ട്, സിങ്ക്, നമുക്ക് ആവശ്യത്തിന് ടിഷ്യൂ പേപ്പേഴ്സൊക്കെ. പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം ഇവിടെയൊക്കെയാണ്. ഇരുന്ന് കഴിക്കാൻ നോക്കാൻ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ അടുത്തുള്ള ഫുഡിൻ്റെ വെൻഡിങ് മെഷീൻ പോലെ. ഇതിൻ്റെ അകത്ത് ഫുഡുകളുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു ദിവസം ചോറും കറിയും കഴിച്ചെന്ന് പറഞ്ഞത്. ഇതിൻ്റെ അകത്തുനിന്നും കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്, പക്ഷെ കൊള്ളാം. നല്ലൊരു ഫില്ലിംഗ് ആണ്. പിന്നെ ഒരു കൺവീനിയൻസ് ആണ്. നമുക്ക് ഇവിടെ വേറെ കടയൊന്നുമില്ല അടുത്തൊന്നും. പെട്ടെന്ന് ഫുഡ് കഴിക്കണം, നൈറ്റ് ആണെങ്കിലും ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ചൂടായിട്ട് ഫുഡ് വരുന്നതായിരിക്കും. അപ്പോൾ അടിപൊളിയാണ് പരിപാടികളൊക്കെ. കിച്ചൺ കണ്ടല്ലോ. ഓക്കെ, നമുക്ക് അപ്പുറത്തെ കാഴ്ചകളുമായിട്ട് അങ്ങോട്ട് പോവാം ഗൈസ്. പിന്നെ ഈ കാണുന്നതാണ് മറ്റേ എൻട്രൻസ്, മറ്റേ കറങ്ങി വരുന്ന എൻട്രൻസ്. മറ്റപ്പുറത്തെ ബിൽഡിങ്ങിലെ പോലെ കറങ്ങി വരുന്ന എൻട്രൻസ്. നമുക്ക് എക്സിറ്റ് ആകുമ്പോൾ ഇതിലൂടെ പോയിട്ട് ഞാൻ പുറത്ത് കാണിച്ചു തരാം. പിന്നെ ഇങ്ങോട്ട് കുറച്ചുകൂടെ ഫ്രണ്ടോട്ട് നടക്കുമ്പോൾ ഇത് ഇവിടുത്തെ ക്യാൻറ്റീനാണ്. നല്ല അടിപൊളി ക്യാൻറ്റീനാണ്. ഞാൻ അവിടുന്ന് ഫുഡ് കഴിക്കാറുണ്ട്. ഒരു ദിവസം ഇവിടുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതായത് അപ്പുറം അവിടെ പോയിട്ട് അവിടെ കിച്ചൺ പോലെ ഉണ്ട്. നമ്മൾ പറയുന്ന സാധനങ്ങൾ ബൊഫെ പോലെ എടുത്ത് നമുക്ക് തരും. അത് കൊടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവാം. അവിടാണ് ലൈബ്രറിയും പരിപാടികളൊക്കെ ഉള്ളത്. ഗൈസ്, ലിഫ്റ്റ് കയറിയിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ തന്നെയാണ്. ജസ്റ്റ് ലിഫ്റ്റ് കയറി ലിഫ്റ്റോടെ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോർ. ഉണ്ടോ, ഇതാണ് ലൈബ്രറി. ഈ കാണുന്നതാണ് ലൈബ്രറി. ഇവിടുത്തെ നല്ല അടിപൊളി സെറ്റപ്പാണ്.
24 hours വർക്കിംഗ് ആണ്. 10 മണി കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് ID കാണിച്ചിട്ട് നമുക്ക് ഇരുന്നിട്ട് എന്ത് വേണം വർക്ക് ചെയ്യാം, പഠിക്കാം, നമുക്ക് എന്തും ചെയ്യാം. പിന്നെ ഇവിടെ എന്തോ ഒരു എക്സിബിഷൻ പോലെ എന്തോ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, എന്തോ ഫോട്ടോസൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തിനാന്നൊരു പിടുത്തമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ എക്സിബിഷൻസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതായത് കണ്ട എന്തോ ഒരു ഫോട്ടോ ആണ്, ലാറ്റ്വിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്. പറ്റുന്നൊരു ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ഇവിടെ എല്ലാ സംഭവങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാറ പരിപാടി. ഇങ്ങനൊരു ഫോട്ടോ കിട്ടിയാൽ നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഓരോരുത്തർ ഏതൊരു ക്ലബ്ബ് പോലെ ഉണ്ടാവും, ചിലപ്പോൾ ഫോട്ടോഗ്രാഫി ക്ലബ്ബ് പോലെയൊക്കെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവരെടുത്തിട്ട് എക്സിബിറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. നല്ല ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട് കണ്ടോ, നല്ല അടിപൊളി നല്ല നല്ല ഫോട്ടോസ്. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ജാക്കറ്റ്സ് ഒക്കെ തൂക്കി. പിന്നെ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്ന് റിലാക്സ് ചെയ്യാനുള്ള സംഭവമാണ്. നല്ല രസമാണ് ഇങ്ങനെ ഈ സാധനത്തിൻ്റെ മുകളിലൊക്കെ ഇരിക്കാൻ, ഇങ്ങനെ കിടക്കുന്ന പോലെ ഇരുന്നത്. ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കിടക്കാം. ചിലർ പിള്ളേരൊക്കെ ഇവിടെ വന്നിരുന്ന് കിടന്ന് ഉറങ്ങുന്നൊക്കെ കാണാം സംഭവം പരിപാടികളൊക്കെ. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യുന്ന പരിപാടികൾ അതൊക്കെ. മറ്റേ അവിടെ ഊഞ്ഞാൽ പോലെ സംഭവം ഇവിടെ ഊഞ്ഞാലില്ല, അതിന് പകരം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ലോക്കേഴ്സ് ഒക്കെ ഉണ്ട് സംഭവം. ഈ കാണുന്നത് കണ്ടോ, ഇത് ലോക്കേഴ്സാണ്. ഇവിടെയും കണ്ണാടി ഉണ്ട് കണ്ടോ. ഇങ്ങനെ ഈ ലോക്കേഴ്സൊക്കെ ഇവിടെ എന്തോ ഇത് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ തോന്നുന്നു. അതൊരു യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ ഇനി ഒന്ന് നോക്കണം. അത് തന്നെ നമുക്ക് അടുത്ത അപ്പുറത്തോട്ട് പോയി നോക്കാം. ഗ്യാസ് പിന്നെ ഇതാണ് ഇവിടുത്തെ കോഫി മെഷീനൊക്കെ വരുന്നത്. മറ്റേ അടുത്ത പോലെ തന്നെ സെയിം മെഷീൻസ്, സെയിം കമ്പനിയുടെ. പിന്നെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്. ഇതവിടെ ഒക്കെ കോഫി മെഷീൻസ് തന്നെയാണ്. വെൻഡിങ് മെഷീനകത്ത് ചിപ്സൊക്കെ €1 റേറ്റ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി, പക്ഷെ കുഴപ്പമില്ല. ഇവിടെ അടുത്ത് കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ആശ്വാസം, സ്റ്റുഡൻസിൻ്റെ ആശ്വാസം. സ്നിക്കേഴ്സിൻ്റെ എല്ലാം ഉണ്ട്, വെള്ളം, അതുപോലെ തന്നെ ജ്യൂസ്, പെപ്സിയുടെ കോള, എനർജി ഡ്രിങ്ക്സ്, അങ്ങനത്തെ പരിപാടികളൊക്കെ. പക്ഷേ ഏറ്റവും വലിയ എനർജറ്റിക് എന്ന് പറഞ്ഞാൽ കോഫി കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെസ് ആകുമ്പോൾ ഒരു കോഫി കുടിച്ച് എല്ലാം സെറ്റ് ആവാറുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം കോഫിയിൽ അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഈ കാണുന്നതാണ് സംഭവം. ഇങ്ങനെ ഇവിടെ അങ്ങനെ ഒരു ഓപ്പൺ ഏരിയ പോലെയാണ് മുകളിലോട്ടുള്ള. ഞാൻ മുകളിൽ പോയിട്ട് താഴോട്ടേക്കുള്ള സംഭവം കാണിച്ചു തരാം. നല്ലൊരു അടിപൊളി വൈബാണ് സംഭവം. നല്ലൊരു എയർ മറ്റേ ബിൽഡിംഗ് ഒരു എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാതൊരു നോർമൽ ഒരു സംഭവം ബിൽഡിംഗ്. പക്ഷേ ഇതൊരു വേറൊരു സ്ട്രക്ചറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നടുവിലൊരു ഒഴിവായിട്ട് നമുക്കൊരു ഭയങ്കര ഒരു രസമുണ്ട് സംഭവം കാണാൻ. മുകളിൽ നോക്കിയാൽ താഴത്തെ ഈ സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന പിള്ളേരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ക്ലാസ് റൂംസ്. നമുക്കിവിടെ ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വെബ്സൈറ്റിൽ ഒരു ഇത് വരും, നമ്മുടെ ക്ലാസ് റൂം നമ്പർ 204 അല്ലെങ്കിൽ 203 എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ടൈമിൽ ഇത് ഓപ്പൺ ആവുള്ളൂ. ഇത് എപ്പോഴും ഓപ്പൺ ഒന്നുമില്ല. അവർ ഈ കീ കാർഡ് വെച്ച് പ്രൊഫസേഴ്സ് ഓപ്പൺ ചെയ്യും, അപ്പോഴേ ഇത് ഓപ്പൺ ആവുള്ളൂ. പിന്നെ ഈ കാണുന്നതൊക്കെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അതായത് ഇരുന്നിങ്ങനെ, ഈ സാധനം ലൈറ്റാണ്, ഇതെല്ലായിടത്തും ഉണ്ട് ഈ ബിൽഡിങ്ങിൽ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കുമ്പോൾ കേട്ടോ, ഈ സാധനം ഇങ്ങനെ താഴോട്ടൊക്കെ ആക്കിൻ്റെയും ലൈറ്റ് ഓഫ് ആവും. ഇങ്ങനെ ജസ്റ്റ് ടച്ച് സ്ക്രീനാണ്, ടച്ച് പോലെയാണിത്. ഓൺ ആവും. അങ്ങനെയാണ്. നമുക്ക് ഓഫാക്കിയിട്ടേക്കാം, ഇങ്ങനെ ഓഫാക്കി വെക്കാം. ഉണ്ടോ, നൈസാണ് പരിപാടി. ഇവിടെ ഇരുന്ന് നമുക്കപ്പോൾ അത്യാവശ്യമായിട്ട് ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ഇരുന്ന് ചെയ്തിട്ട് നമ്മൾ ചിലപ്പം ഡിസ്കസൊക്കെ ചെയ്ത്, നമ്മൾ ഗ്രൂപ്പ് ഇവൻറ്റ് പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇരുന്ന് ഡിസ്കസൊക്കെ ചെയ്ത് നമ്മൾ ഇന്ന് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് കയറും. അതിന് വേണ്ടിയിട്ടൊരു ഫെസിലിറ്റിയാണ്. പിന്നെ ഇരുന്ന് പഠിക്കും നൈറ്റ് വരെ. പിന്നെ 10 മണിക്ക് ശേഷം നമുക്ക് ഈ ഫ്ലോറിലൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ, മേളൊന്നും പോയി ഇരിക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കാം, ലൈബ്രറി ഇരിക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ ഈ ഫ്ലോർ അത്യാവശ്യം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. പക്ഷെ ഇന്നും ആളില്ലാത്തതാണ്, കാരണം ക്ലാസ്സൊക്കെ അടച്ച് വെക്കേഷനാണ്. പക്ഷെ എന്നാലും ആൾക്കാർ കുറച്ച് പേരൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ പരിപാടികളൊക്കെ. കണ്ട ഞാൻ പറഞ്ഞ ഇരിക്കുന്ന സ്റ്റെപ്പാണിത്. പക്ഷെ ഇവിടെ പിള്ളേരിങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇവൻറ്റ്സൊക്കെ പെർഫോം ചെയ്യാറുണ്ട്. പിള്ളേർ ഇവിടെ ഇരുന്ന് കാണും. മറ്റേ നമ്മുടെ ഹാലവിൻ്റെ ദിവസം, ഹാലവിൻ പാർട്ടിക്കൊക്കെ ഇവിടെ വെച്ചിട്ട് ഒരു ഇവൻ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് സംഭവം കണ്ട് ഭയങ്കര രസമൊക്കെ ആയിരുന്നു. പക്ഷെ അവർ മൊത്തം ലാറ്റ്വിയയിൽ സംസാരിക്കും, നമുക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ അവരുടെ ഒരു ഇവൻ്റ് നമ്മളൊരു എക്സ്പീരിയൻസ്. നമുക്ക് നാട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഹാലവിനും പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇവിടെ അതിന് ഭയങ്കര ആഘോഷമാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ യൂണിവേഴ്സിറ്റിയിലും ചിലപ്പോൾ ബാച്ചിലർ സ്റ്റുഡൻസൊക്കെ ആയിരിക്കും നടത്തിയത്. നമുക്കൊരു പിടിയില്ല, പക്ഷെ രസമായിരുന്നു പരിപാടി. ഇതാണ് ലൈബ്രറിയുടെ അകത്തോട്ട് പോയപ്പോൾ ഉള്ളൊരു കാഴ്ച. ഇങ്ങനെ ഇരുന്നത് കണ്ടോ, ബുക്സൊക്കെ ഇവിടെ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് ബുക്സൊക്കെ ആണ്. ഫിസിക്സിൻ്റെ ഏരിയയാണ്. അപ്പുറത്ത് ബയോളജിയുടെ ബുക്സും പല ബുക്സൊക്കെ ഉണ്ട്.
പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ വർക്ക് ചെയ്യാം ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട്. ഞാനിവിടെ തന്നെ ഇരിക്കാറുണ്ട്. ഉണ്ട് പിന്നെ ഇവിടെ ഇരിക്കാനുള്ള വേറെ സെറ്റപ്പ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നൈസാണ്. നേരത്തെ കണ്ട പോലത്തെ ലൈറ്റൊക്കെ ഉണ്ട്. അടിപൊളിയാണ് മൊത്തത്തിൽ. ഗ്യാസ് പിന്നെ ഇത് ലാപ്ടോപ്പിൻ്റെ ലോക്കറാണ്. നമ്മുടെ ഇപ്പോൾ ID കാർഡ് വെച്ചിട്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ട് നമുക്ക് ലാപ്ടോപ്പ് ലോൺ എടുക്കാൻ പറ്റും. അതായത് നമുക്ക് എന്താ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്സ് ഇതിനകത്ത് മൊത്തം ഈ ലോക്കറിൻ്റെ അകത്തൊക്കെ മൊത്തം ലാപ്ടോപ്സാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ID കാർഡ് കാണിച്ചിട്ട് ലാപ്ടോപ്പ് എടുക്കുക. കാരണം എൻ്റെ ID കാർഡിൻ്റെ അത് എക്സ്പയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. ഞാനത് റിന്യൂ ആവും. അപ്പോൾ അടുത്ത ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. റിന്യൂ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എടുക്കുമ്പം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിനകത്ത് നല്ല ഫെസിലിറ്റിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്വന്തമായിട്ട് ലാപ്ടോപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർക്കിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്യാം. അതിനു വേണ്ടി നമ്മളിപ്പോൾ എല്ലാത്തിനും ചാർജ് പേ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ഇവിടുത്തെ ഫീസ് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ എല്ലാം ഇൻക്ലൂഡ് അവിടെ വൈഫൈ, നമ്മുടെ ഈ ഔട്ട്ലുക്കിൻ്റെ ഒരു മെയിൽ ID ഇതെല്ലാം നമുക്ക് തരുന്നുണ്ട്. അപ്പം എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അടിപൊളിയാണ് പരിപാടി. നമുക്കിനി മുകളിലത്തെ ഫ്ലോറിലോട്ടൊക്കെ പോയി നോക്കാം. അപ്പോൾ നമുക്ക് 5th ഫ്ലോറിൽ പോകാം. അതാണ് നമ്മുടെ ഫ്ലോർ. ഫിസിക്സിൻ്റെ ഫ്ലോർ 5th ഫ്ലോറാണ്. അപ്പോൾ 5th ഫ്ലോർ എല്ലാ ഫ്ലോറുകളും മറ്റിടത്ത് പോലെ തന്നെ ഈ 2nd ഫ്ലോർ വ്യത്യാസമുണ്ട്, 1st ഫ്ലോർ വ്യത്യാസമുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഫ്ലോറുകൾ ഇപ്പം 3rd ഫ്ലോർ തൊട്ടിട്ട് 6th ഫ്ലോർ വരെ സെയിം ആണ്. അപ്പോൾ 6th ഫ്ലോർ കാണിച്ചിട്ടുണ്ടെങ്കിൽ 7th ഫ്ലോർ കാണിച്ചു തരാം. അത് ഡിഫറെൻ്റ് ആണ് സംഭവം. കാരണം അവിടെ ഒരു റിക്രിയേഷൻ പോലെ ആൾക്കാർ ഫ്രീ ആയിട്ട് ഇരുന്ന് ഇതാക്കാനുള്ള പരിപാടികളും കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഗെയിംസും പരിപാടികളൊക്കെ 7th ഫ്ലോറാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ആദ്യം ഈ 6th ഫ്ലോറിൽ നിന്ന് കാണിക്കാം. ഓക്കെ, സോറി 6th അല്ല 5th ഫ്ലോർ. അപ്പം നമുക്കങ്ങനെ നോക്കാം. ഇങ്ങനെയാണ് ഇവിടുത്തെ ഓരോ റൂമുകൾ. നമ്മുടെ ഡീനൊക്കെ ഈ റൂമിലാണ്, ഈ ഒരു ഫ്ലോറിലാണ്. 5th ഫ്ലോറിലാണ് ഫിസിക്സിൻ്റെ ഡീനും നമ്മുടെ മെയിൻ പ്രൊഫസേഴ്സിൻ്റെ ഒക്കെ ഓഫീസുകളൊക്കെ അവിടെയാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു. ഈ റൂമിലാണ് നമ്മുടെ ഡീനൊക്കെ ഇരിക്കുന്നത്. 509 ഇതിനകത്ത് ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ അങ്ങനെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പും സ്ഥലങ്ങളും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഫിസിക്സിൻ്റെ ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ആപ്പിൾ, നമ്മുടെ ന്യൂട്ടൻ്റെ തലയിൽ വീണ ആപ്പിളാന്ന് തോന്നുന്നത്. അത് വെച്ചിട്ടൊരു സിംബോളിക്കായിട്ട് മറ്റേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ ഓരോരോ ഫ്ലോറിനും ഓരോ സിംബോളിക്കായിട്ട് ഇപ്പോൾ ഇവിടെ ഫിസിക്സിൻ്റെ ആയതുകൊണ്ട് ആപ്പിൾ കാണിച്ചിട്ട് ഇങ്ങനെ ഓരോ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് ഉള്ള പരിപാടിയാണ് കാണുന്നത്. പിന്നെ ഇങ്ങനെ ഇരുന്ന് പഠിക്കാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. സംഭവം കണ്ടോ, ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാനും പരിപാടികൾ. പിന്നെ ക്യാബിൻസ് ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ ക്യാബിൻസിൻ്റെ ഇവിടെ ഇഷ്ടംപോലെ ക്യാബിൻസ് ഉണ്ട്. എല്ലാ ഫ്ലോറിലും അത്യാവശ്യം 2-3 ക്യാബിൻസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യാബിനാണ്. അകത്ത് ആരും ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ അത് അവരങ്ങോട്ട് പോയതായിരിക്കും. ലാപ്ടോപ്പൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. നമ്മളങ്ങോട്ട് ഭയങ്കര രസമാണ്. താഴോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കാനും പരിപാടികൾ ചെയ്യാനും. നോക്കി ഇങ്ങനെ വെറുതെ ഒന്ന് വായി നോക്കി ഇങ്ങനെ നിൽക്കുക. അവിടെ ഇങ്ങനെ മേളിൽ ഇങ്ങനെ അങ്ങനെ നല്ല രസമാണ്. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ തോന്നുന്നു ഇപ്പം ആളില്ല. ഇവിടെ മൊത്തം നല്ല ഭയങ്കര തിരക്കുണ്ടാവുന്ന ഒരു ഫ്ലോറൊക്കെ ആണത്. ഫിസിക്സിൻ്റെ ഫ്ലോറാണ്. ഫിസിക്സിലെ ബാച്ചിലർ സ്റ്റുഡൻസ് ഉണ്ട്, മാസ്റ്റർ സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ടാവും. മാസ്റ്റേഴ്സ് നമ്മളാണ്, നമ്മുടെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ജൂനിയേഴ്സ് വരുമായിരിക്കും. അപ്പം അങ്ങനെ ഇതൊക്കെ ഓരോ ലാബുകളാണ്. ഇവിടുത്തെ ഓരോരോ ലാബ് റൂമുകളും പരിപാടികളൊക്കെ ആണ്. നമ്മുടെ മെയിൻലി അണ്ടർഗ്രൗണ്ട് ലാബുണ്ട് ഇവിടെ. അതായത് -1 എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലാബ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ലാബ് ഉണ്ടല്ലോ, അത് മറ്റേ ഫ്ലോറിലെ മറ്റേ ബിൽഡിങ്ങിലെ അണ്ടർഗ്രൗണ്ടിലാണ് സംഭവം. അതുപോലെ തന്നെ അത് റിസർച്ച്, അതായത് പെയ്ഡ്, അതായത് മറ്റേ ഫണ്ടഡ് ആയിട്ടുള്ള റിസർച്ചൊക്കെ നടക്കുന്ന ഫ്ലോറുകളാണ് തോന്നുന്നത്. അതുകൊണ്ട് അതായത് ആക്സസ് കാർഡൊക്കെ വെച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് വെച്ചിട്ട് കയറാൻ പറ്റുള്ളൂ. നമ്മളിവിടെ വർക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ കാർഡ് തരുള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ്സ് പോലെ സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഫസേഴ്സ് വന്ന് നമ്മളെ കയറ്റും. അങ്ങനെയാണ്. പക്ഷേ അപ്പുറത്തെ ഫ്ലോറിലുള്ള ആക്സസ് കാർഡ് എനിക്കുണ്ട്, ഈ ഫ്ലോറിൽ എനിക്കില്ല. അപ്പോൾ ഞാൻ പോകാറുണ്ട്, ഓരോരോ എക്സ്പെരിമെൻറ്റും പോകാറുണ്ട് അവിടെ. പക്ഷേ പ്രൊഫസേഴ്സ് നമ്മൾ വിളിക്കും, അവർ നമ്മളെ കാർഡ് വെച്ച്, അവരുടെ ആക്സസ് കാർഡ് വെച്ച് നമ്മളെ കയറ്റും. അങ്ങനെയാണ് പരിപാടികൾ. പിന്നെ ഈ ഫ്ലോർ ഇങ്ങനെയാണ് പരിപാടികൾ. മൊത്തത്തിൽ എല്ലാ ഫ്ലോറുകളും ഈ ഒരു സെറ്റപ്പ് തന്നെയാണ്, ഇങ്ങനൊരു തന്നെയാണ്. പിന്നെ നമുക്ക് 7th ഫ്ലോറിലോട്ടൊന്ന് പോയി നോക്കാം. 7th ഫ്ലോർ നമുക്ക് സ്റ്റെപ്പ് വഴി കയറാം. ഒരു നേരമില്ലേ ഇത് വഴി കയറുന്നത്, നമ്മുടെ എലിവേറ്റർ വഴി, സ്റ്റെപ്പ് വഴി കയറി നോക്കാം. രസമാണ് കണ്ടോ. അങ്ങനെ അവിടുന്ന് തന്നെ കറങ്ങി ഇങ്ങനെ വന്ന് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇവിടെ, പിന്നെ ഇവിടെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ അങ്ങനെ കയറി വരാം. 6th ഫ്ലോറിലോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ.
6th ഫ്ലോറും സെയിം ഐഡൻറ്റിക്കൽ ഉണ്ടല്ലേ, ഇതുപോലെ തന്നെ പരിപാടികൾ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലം, പിന്നെ അവിടെ ഇങ്ങനെ ക്യാബിനുകൾ ചെറിയ ചെറിയ, പിന്നെ ക്ലാസ് റൂം ലാബുകൾ അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് പിന്നെ 7th ഫ്ലോറിലോട്ട് പോവാം. അവിടെ ഇരിക്കുന്നത് എൻ്റെ പ്രൊഫസേഴ്സായിരുന്നു സംഭവം. എൻ്റെ ക്വാണ്ടം മെക്കാനിക്സിലെ പ്രൊഫസർ അവരാണ്. കുഴപ്പമില്ല, അത് അത്യാവശ്യം ടഫ് സബ്ജക്റ്റാണ് ക്വാണ്ടം മെക്കാനിക്സ്. പക്ഷേ ഞാൻ പാസ്സായി ആ സബ്ജക്റ്റ്, സമാധാനമുണ്ട്. സോ ഗൈസ്, നമ്മൾ 7th ഫ്ലോർ എത്തിയിട്ടുണ്ട്. അപ്പോൾ 7th ഫ്ലോർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 7th ഫ്ലോർ. ഇപ്പോൾ 7th ഫ്ലോർ എന്തിൻ്റെയാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സിൻ്റെ. പക്ഷേ ഇവിടെ റിക്രിയേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ 6th ഫ്ലോർ ഇൻസ്റ്റിറ്റ്യൂട്ട്സോ എന്താ സംഭവം അറിയില്ല. 5th ഫ്ലോർ ഫിസിക്സ്, മാത്തമാറ്റിക്സ് അങ്ങനെയുള്ളത്. 4th ഫ്ലോർ മെഡിസിൻ. ഇവിടെ മെഡിസിൻ്റെ പല കോഴ്സുകളുണ്ട്. ഇപ്പോൾ എപ്പിഡമോളജി എന്നൊക്കെ പറഞ്ഞ കോഴ്സൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അതൊക്കെ ഉണ്ട്. 2nd ഫ്ലോർ ഇൻഫർമേഷൻ സെൻറ്റർ, ലൈബ്രറി അങ്ങനെയൊക്കെയാണ്. പിന്നെ 1st ഫ്ലോർ ഓഡിറ്റോറിയംസ് ഞാൻ കാണിച്ചല്ലോ, വലിയ വലിയ ഓഡിറ്റോറിയംസ് ഉണ്ട്, ലെക്ചർ ഹാൾസ് അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെയും ക്ലാസ് റൂമുകളും പരിപാടികളൊക്കെ തന്നെയാണ് ഈ ഫ്ലോറിലും. അങ്ങനെ ഒരു പയ്യനൊക്കെ ഉണ്ട് ഇവിടെ, അത് ചിലപ്പം ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ മോനായിരിക്കും ചിലപ്പം, അങ്ങനെയാണ്. ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ രസമാണ്. ഏറ്റവും ടോപ്പ് ഫ്ലോർ, ഇതിൻ്റെ മുകളിൽ ഒരു സെമിനാർ ഹാളൊക്കെ ഉണ്ട് സംഭവം. പക്ഷെ അവിടെ ഒരു പ്രാവശ്യം കണ്ട് പോയിട്ടുള്ളൂ നമ്മൾ. അവിടെ ആക്സസ് കാർഡ് വേണം ആ ഫ്ലോറിലോട്ട്. വേണ്ട, ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നിന്ന് കാണാനുള്ള സ്ഥലമില്ല. ടോപ്പ് ഫ്ലോർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ റിക്രിയേഷണൽ ഏരിയ ഇവിടെയാണ് സംഭവം. എല്ലാവരും ഇങ്ങനെ കളിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെ ഇരുന്ന് ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വേണ്ട ഗെയിംസൊക്കെ, അങ്ങനത്തെ ചെറിയ ചെറിയ ഗെയിംസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിൾ ടെന്നീസ് പരിപാടി ഉണ്ട്. ഇവിടെ ഒരു ടേബിൾ ടെന്നീസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണുന്നില്ല, എവിടെ പോയെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പം എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ടാവും, റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കും. ഇവിടെ ഇങ്ങനെ എൻ്റെ ക്ലാസ്സിലുള്ള പർവീൻ എന്ന പയ്യനാണ്, അവൻ ഇവിടെ തന്നെ വന്നിരിക്കുകയാണ്. ക്ലാസ്സിൻ്റെ ഇടയിൽ വന്ന് അവിടെ റിലാക്സ് ചെയ്യും. ഞാൻ പിന്നെ ഡയറക്റ്റ് എൻ്റെ വർക്കിന് ലാബിന് ഓടും. ക്ലാസ്സുള്ള സമയങ്ങളിൽ എനിക്ക് എൻ്റെ ഇടയ്ക്ക് ലാബിൽ പോകേണ്ട ആവശ്യമുണ്ടാവും, അപ്പോൾ അങ്ങനെ പോയി വരും. പക്ഷെ ഇവിടെ അല്ലാത്ത പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യും, ചിലർ ഇവിടെ ഇരുന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്ത് പഠിക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇതാണ് 7th ഫ്ലോർ. സത്യം പറഞ്ഞാൽ തളർന്ന് 2 സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്ക് തളർന്ന്. ഭയങ്കര ഫിസിക്കൽ എബിലിറ്റി, എജിലിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ. എന്തായാലും ജിമ്മിൽ പോയി പെട്ടെന്ന് പോയി തുടങ്ങണം. കാരണം 1.5 വർഷത്തോളമായി എന്തെങ്കിലും വർക്കൗട്ടോ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട് ഇത്രയും പെട്ടെന്ന് കയറി സെറ്റപ്പ് പരിപാടികളൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ എബിലിറ്റീസ് കുറഞ്ഞു വരണം. ഒരു 2 സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്ക് കിതച്ച് പോകണ പോലെ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമല്ലോ, എന്തായാലും മൈക്ക് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് നല്ലോണം എൻ്റെ കിതപ്പ് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ താഴോട്ട് പോവാം. ലിഫ്റ്റ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കായ്സൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോഴത്തേക്ക് ഒന്ന് ക്ഷീണമായിപ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, എജിലിറ്റിക്ക് ഭയങ്കര കുറഞ്ഞ് 2 സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്ക്. അപ്പം ഞാൻ ഇവിടെ വന്നൊന്ന് ഇനി ഇരിക്കുക. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഞാനൊക്കെ ചിലപ്പം ക്ലാസ്സിന് കയറുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ പ്രസൻറ്റേഷനുള്ള ദിവസമാണ് ഇവിടെ വന്ന് ഇരുന്ന് പെട്ടെന്ന് ചെയ്തിട്ട് പോകും. കാരണം ഒരു നല്ലൊരു സെറ്റപ്പാണ് ഇവിടെ ഇരുന്ന്. നമുക്കങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ, അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്ന് നമുക്ക് പറയുന്നത് ലാപ്ടോപ്പ് വെച്ച് അങ്ങനെ വർക്ക് ചെയ്യാം, ഇരിക്കാം, രസമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബിൽഡിങ് ഉള്ള ഈ ബിൽഡിങ്ങിനാണ്, ഇതാണ് ഏറ്റവും പുതിയ ബിൽഡിങ്. ഇവിടുത്തെ ഏറ്റവും പുതിയ ബിൽഡിങ് ഇപ്പം നമ്മളുള്ള ബിൽഡിങ്ങാണ്. അത് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് ആയിരിക്കും. അത് ഇതിനേക്കാൾ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഹൗസ് ഓഫ് ലെറ്റേഴ്സ് ആണ്. ഇത് ഹൗസ് ഓഫ് സയൻസ്, മുമ്പത്തെ ഹൗസ് ഓഫ് നേച്ചർ. ഹൗസ് ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ അധികം ലാബുകളും പരിപാടിയൊന്നും ഉണ്ടാവില്ല, കൂടുതലും ഹാളുകളും പരിപാടികളായിരിക്കും. കുറച്ചും കൂടി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ പരിപാടികളൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു അടിപൊളിയായിരിക്കും. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഗ്രാജുവേറ്റ് ആവുന്നതിൻ്റെ മുമ്പ് ഇതിൻ്റെ പണി തീരുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള അതാണ് ഞാൻ കാണിച്ചു തരാം. പണി എൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് കുറച്ച് നേരം ഞാൻ അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരുന്നിട്ട് ഞാൻ താഴെ പോയിട്ട് ഇനിയിപ്പം വേറെ നമ്മൾ എക്സിറ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. മറ്റേ വഴി എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള സംഭവം കാണിച്ചു തരാം. അതുകൂടി കാണിച്ചു തരാം. ഗൈസ്, ഞാനിതപ്പം എക്സിറ്റ് എത്തിയിട്ടുണ്ട്. എക്സിറ്റ് പോയിട്ട് പുറത്തുനിന്നും ഈ ബിൽഡിങ് എങ്ങനെയാണ് കാണാനെന്നുള്ളതെന്ന് കാണിച്ചു തരാം. റൊട്ടേഷൻ പരിപാടിയാണ് മറ്റടുത്ത പോലെ തന്നെ. നാട്ടിലുണ്ട് മോളുകളിലൊക്കെ ഈ സംഭവമൊക്കെ. യൂണിവേഴ്സിറ്റികളിൽ ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ. ഇതാണ് ഇവിടെ അടിപൊളി. ഇവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. ഇവിടുത്തെ ഗവൺമെൻറ് അത് തന്നെ. ഇവിടുത്തെ ലാറ്റ്വിയയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ്, ഫസ്റ്റ് റാങ്ക് യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ലാറ്റ്വിയ എന്ന് പറയുന്നത്. ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. ബാച്ചിലേഴ്സുകാർക്ക് ഫ്രീ ആണ് പഠിക്കാൻ, പക്ഷേ മാസ്റ്റേഴ്സുകാർക്ക്
പേയ്മെൻറ്റ് അടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കാണെങ്കിലും ശരി സാറ്റ്വിൻസിനാണെങ്കിലും ശരി പേയ്മെൻറ്റ് അടക്കണം. ബാച്ചിലേഴ്സുകാർക്ക് ഇവർക്ക് ഫ്രീ ആണ്, പക്ഷെ നമുക്ക് പേയ്മെൻറ്റ് അടക്കണം. നമുക്ക് 6000 എൻ്റെ ഒരു ഞാൻ അജീമിനെ കാണിച്ചായിരുന്നല്ലോ കഴിഞ്ഞ വീടിൽ. ഞാൻ ഇവിടെ ബാച്ചിലേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒപ്റ്റിക്സിൻ്റെ ബാച്ചിലേഴ്സാണ് ചെയ്യുന്നത്. അവന് 6000 പെർ ഇയർ ഫീസ് വരുന്നത്. നമുക്ക് 3000 വരുന്നത്, 3000 യൂറോ കേട്ടോ. 3000 യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 3 ലക്ഷം ആ ഒരു റേഞ്ച് വരുന്നത്. പിന്നെ ഡെപ്പോസിറ്റ് അങ്ങനെയൊക്കെ വന്നിട്ട് പരിപാടികളൊക്കെയാണ്. സോ ഞാനിതാ ബിൽഡിങ് പുറത്തുനിന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാണ് എക്സിറ്റ്. ഇതിൽ വന്നിട്ട് ഇവിടുത്തെ കാർ പാർക്കിങ് പിന്നെ ഈ കാണുന്നതാണ് ഈ കാർ പാർക്കിങ്ങുകളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ് ഓഫ് സയൻസ്. നല്ല ഫെസിലിറ്റിയാണ് ഇവിടെ. നമുക്ക് നല്ല സ്റ്റുഡൻസിന് നല്ലൊരു ഫെസിലിറ്റി ഒക്കെ തന്നെയാണ്. പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വരാം. അത്യാവശ്യം സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ കുറച്ച് ടഫാണ്. ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിനേക്കാൾ കുറച്ച് ലിബറലാണ് തെറ്റിപ്പോയി പറഞ്ഞത്. സോ നല്ലതാണ് സംഭവം. നമുക്കിപ്പോൾ നാട്ടിലിപ്പം കാണാപ്പാഠം പഠിച്ച് എക്സാം എഴുതുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്, എത്രത്തോളം പഠിക്കുന്നുണ്ട്, ആ ഒരു പഠനത്തിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ. നമ്മൾ അവിടെ കുറേ കാണാപ്പാഠം പഠിച്ച് എക്സാമിന് എഴുതുക, അതാണ് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എത്രത്തോളം മനസ്സിലായി, നമുക്ക് എത്രത്തോളം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ, അതാണ് ഇവർ മെയിൻലി എയിം ചെയ്യുന്നത്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഗുണമായിട്ട് ഒരു മെറിറ്റായിട്ട് ഞാൻ കാണുന്നത് തന്നെയാണ്. നമ്മൾ എത്രത്തോളം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എത്രത്തോളം അറിവുണ്ടായി, നമുക്ക് സ്കില്ല് എത്ര ഉണ്ടായി എന്നുള്ളൊരു ലെവലിലാണ് അവർ പോകുന്നത്. നമ്മൾ നാട്ടിലത്തെ പോലെ എത്രത്തോളം നമുക്ക് കാണാപ്പാഠം പഠിച്ച് അല്ലെങ്കിൽ എക്സാമിന് നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതി മാത്രമല്ല. സോ അടിപൊളിയാണ്. പഠിക്കാൻ പറ്റുന്നവർക്ക് മാക്സിമം പുറത്ത് യൂറോപ്പിലും അതുപോലെ തന്നെ ബാക്കിയുള്ള കൺട്രീസിലെ നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഇപ്പോൾ യൂറോപ്പിൽ പക്ഷെ കുറച്ച് ഹാർഡാണ്. നമ്മൾ കൺവെൻഷനലി വന്ന പോലെയല്ല, കുറച്ചും കൂടി ഹാർഡായിട്ടാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം വരുന്നത്. നമുക്ക് തോന്നും നമ്മൾ അവിടെ നിന്നും കാണാപ്പാഠം പഠിച്ച് എക്സാം എഴുതി വരുന്ന ശീലമുള്ളവർക്ക് നമുക്ക് ഇവിടെ വരുമ്പം കുറച്ചും കൂടി ഹാർഡായിട്ട് ഇതെന്താ സംഭവം. പിന്നെ ലാബുകളൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ നിന്നും ലാബൊക്കെ ചെയ്യുന്നത് നമുക്ക് അതിന് ഇൻസ്ട്രക്ഷൻ തരും. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമുക്ക് അവർ എൻക്വയറി ബേസ്ഡ് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യുക, അങ്ങനെ പരിപാടികളൊക്കെയാണ്. സോ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് സംഭവം. സോ ഇനിയിപ്പോൾ അടുത്ത ഇതിനെക്കുറിച്ച് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോസ് ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജാണ്. ഞാൻ കുറേ വീഡിയോസ് ചെയ്ത് ഇപ്പം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എവിടെ പഠിക്കുന്നത്, ഞാൻ എവിടെ ഇപ്പോൾ ഉള്ളത് എന്ന രീതിയിൽ കാണിക്കുന്ന രീതിയിലാണ്. ആക്ച്വലി ഫർദർ മുന്നോട്ട് കുറേ പോകാനുണ്ട്, കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനുണ്ട്. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എൻ്റെ. ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാനുള്ള നമ്മളുള്ള ഒരു ഫെസിലിറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ വ്ളോഗുകൾ ചെയ്ത് കുറച്ചുകൂടി അടിപൊളിയാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റൻ്റ്ലി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അണ്ടിൽ ദെൻ നമുക്ക് കാണാം. ബൈ.